സമാധാന ചർച്ചകളിൽ ലെബനോണിനെയും ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉയരുന്നതിനിടെ ലെബനോണിലേക്ക് കനത്ത ആക്രമണം തുടർന്ന ഇസ്രയേൽ. ഇറാൻ അമേരിക്ക സ്ഥിരം വെടിനിർത്തലിനുള്ള നിർണായക ചർച്ച നാളെ ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കെയാണ് കനത്ത ആക്രമണം ലെബനോണിൽ തുടരുന്നത്. അതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്കായി പുതിയ റൂട്ട് മാപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് IRGC. മൈനുകൾ ഒഴിവാക്കാൻ ഒമാൻ തീരത്ത് നിന്ന് മാറി സഞ്ചരിക്കണമെന്നാണ് നിർദ്ദേശം. അതേസമയം യുറേനിയൻ സമ്പുഷ്ടീകരണത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആവശ്യങ്ങൾ യാഥാർത്ഥ്യമാകില്ലെന്ന് ഇറാൻ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് നാളെ ഇസ്ലാമാബാദ് വേദിയാകാനിരിക്കെയാണ് ലെബനോണിലേക്ക് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചത്. വെടിനിർത്തൽ കരാറിൽ ലെബനോൺ ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വാദം. എന്നാൽ ലെബനോണിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നഗ്നമായ വെടിനിർത്തൽ ലംഘനമാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വിമർശിച്ചു. വെടിനിർത്തൽ ചർച്ചകളിൽ ലെബനോണിന്റെ കാര്യം കൂടി പരിഗണിക്കണമെന്നാണ് ലെബനോൺ പ്രധാനമന്ത്രി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലെബനോണിലെ ഇസ്രായേൽ ആക്രമണത്തെ അപലപിക്കുന്നതായി ഷഹബാസ് ഷെരീഫും അറിയിച്ചു. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്കായി പുതിയ റൂട്ട് മാപ്പ് IRGC പുറത്തിറക്കി. ഇറാൻ സ്ഥാപിച്ച മൈനുകൾ ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ് IRGCയുടെ പുതിയ മാപ്പ്. കപ്പലുകൾ ഇറാനിയൻ തീരത്തോടടുത്തുള്ള വടക്കൻ കടൽപാത ഉപയോഗിക്കണമെന്നാണ് IRGCയുടെ ആവശ്യം. ഹോർമുസ് കടലിടുക്ക് വഴി ഒരു ദിവസം 15 കപ്പലുകളിൽ കൂടുതൽ കടക്കാൻ അനുവദിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. അതിനിടെ യുറേനിയൻ സമ്പുഷ്ടീകരണത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആവശ്യങ്ങൾ യാഥാർത്ഥ്യമാകില്ലെന്ന് ഇറാൻ ആണവോർജ്ജ മേധാവി മുഹമ്മദ് എസ്ലാമി വ്യക്തമാക്കി. ഇറാന്റെ സമ്പുഷ്ടീകരണ പരിപാടി നിയന്ത്രിക്കുന്നതിൽ അമേരിക്ക വിജയിക്കില്ലെന്നും എസ്ലാമി അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.